ഇത്രയും പൈസ മുടക്കി ജർമ്മനി പോയത് പാത്രം കഴുകാനാണോ? ഈ ജോലി നാട്ടിലും ചെയ്യാലോ? ഈ ജോലി ചെയ്ത് എന്ത് കിട്ടും? ഈ രണ്ട് ചോദ്യങ്ങളില്ലേ, ഇതും റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കമന്റ്സ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിന് റിപ്ലൈ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, കാരണം ഇത്രയും പൈസ മുടക്കി ഞാൻ ജർമ്മനിയിൽ വന്നത് പാത്രം കഴുകാനല്ല. ജർമ്മനിയിലേക്ക് വരുന്നതിന് മുന്നേ ഒട്ടും വിചാരിച്ചതല്ല ഇവിടെ വന്ന് പാത്രം കഴുകാം അല്ലെങ്കിൽ റെസ്റ്റോറന്റ് ഫീൽഡിൽ പണി ചെയ്യാമെന്നൊന്നും. എനിക്ക് പാർട്ട് ടൈം ജോലിയായിട്ട് കിട്ടിയത് റെസ്റ്റോറൻറ്റ് ഫീൽഡാണ്. സോ ഞാൻ എന്തായാലും ആ ജോലിയിൽ ഹാപ്പിയാണ്. കാരണം എനിക്ക് എൻ്റെ ജർമ്മൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഈ ഒരു ഫീൽഡ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി തുടർന്നും ഈ ജോലി തന്നെയാണ് ചെയ്യണം എന്നാണെങ്കിലും ഞാൻ ഹാപ്പിയാണ്. കാരണം ഇത് ജർമ്മനിയാണ്. ജർമ്മൻ എന്തായാലും അറിഞ്ഞിരിക്കണം. അടുത്ത ചോദ്യം, ഈ ജോലി ചെയ്താൽ എന്ത് കിട്ടും? ഇവിടെ ഒരു ഫുൾ ടൈമറിന് ഒരു മണിക്കൂറിന് കിട്ടുന്നത് 12.41 വെച്ചിട്ടാണ്. ആഴ്ചയിൽ 40 മണിക്കൂർ വെച്ച് ഒരു മാസം 160 മണിക്കൂറാണ് ഒരു ഫുൾ ടൈമർ വർക്ക് ചെയ്യേണ്ടത്. ഇനി നിങ്ങളൊന്ന് കണക്കൂട്ടി, മാസം 160 മണിക്കൂർ, ഒരു മണിക്കൂറിന് 12.41 വെച്ചിട്ട്. ഇതിൽ നിന്നൊക്കെ ടാക്സ് പിടിച്ചിട്ടാണെങ്കിലും ഈ പാത്രം കഴുകുന്ന ജോലിക്ക് എത്ര രൂപ കിട്ടും? ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.